നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി ആർട്ട് വിത്ത് മനോജ് മതശ്ശേരിയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ചെയ്യണം. പ്രധാനമായിട്ട് ഇന്ന് വരയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ അടുത്തൊരു വലിയ ചിത്രം ചെയ്തു. അതായത് നമ്മുടെ തൊട്ട് കിടക്കുന്ന കർണാടകത്തിലെ കുടക് എന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ചിട്ടുള്ള ഒരു ചുവർച്ചിത്ര ശൈലിയിൽ വരച്ചിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണിത്. പ്രധാനമായിട്ട് ഇതിൽ നമ്മൾ കുടകിൻ്റെ ചരിത്രം, കുടകിൻ്റെ ഒരു ഐതിഹ്യമുണ്ട്. അതാണ് നമ്മളിതിൽ പ്രധാനമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വരച്ചതിനെ കുറിച്ചിട്ട് അറിഞ്ഞ എൻ്റെ കുറേ സുഹൃത്തുക്കളും എന്നെ ഫോളോ ചെയ്യുന്നവരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതെങ്ങനെയാണ് വരച്ച് തുടങ്ങുന്നത്, എവിടെ മുതലാണ് തുടങ്ങുന്നത്, സാർ ഏതായാലും ആദ്യം വരച്ചതെന്നൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഇത്തരത്തിലുള്ള വർക്കുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത്, വലിയ വർക്കുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മളൊരു സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും അതിനു മുമ്പ് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡി ഉണ്ട്. അതായത് ഇത് എങ്ങനെയാണ് നമ്മൾ കമ്പോസ് ചെയ്യേണ്ട, ഈ വർക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, അത് എങ്ങനെ ചെയ്യണം, ഒരു പ്രീ പ്രൊഡക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വായിച്ചും നമുക്ക് കിട്ടാവുന്നതായിട്ടുള്ള മാക്സിമം അറിവുകളെല്ലാം നമ്മൾ ശേഖരിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ആകെ കിട്ടുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ക്യാൻവാസിലുള്ളൊരു സ്പേസ് മാത്രമാണ്. പക്ഷേ നമുക്ക് പറയാനുള്ള വലിയ കഥകളാണ് പറയാനുള്ളത്. ഇതിൽ തന്നെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ചിത്രം നോക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം, ആദ്യം അതിൽ ഒരു കല്യാണ സീൻ കാണിക്കുന്നുണ്ട്. അതിനും മുകളിലായിട്ടൊരു മഹർഷി അവിടെ നിന്ന് നടന്നു വരുന്നതായിട്ടുള്ള ഒരു സീൻ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഒരു കമണ്ടലിൽ ഒരു സ്ത്രീയുടെ തല, പിന്നെ വീണ്ടും മഹർഷി വീണ്ടും വരണം, പിന്നെ അവിടെ നിന്ന് ഒരു നദി ഒഴുകുന്നുണ്ട്. ഇത് ശരിക്കും കുടകിൻ്റെ ഹിസ്റ്ററിയാണ് കാണിച്ചത്. അതിൽ കാവേരി നദിയുടെ ഉത്ഭവം, അഗസ്ത്യമുനി വിന്ധ്യപർവ്വതം കടന്നു വന്നിട്ട് അവിടെ വെച്ചിട്ട് കാവേരിയെ കാണുകയും കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിക്കുകയും ചെയ്യുന്ന സീനാണ് ഫസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇവർ കല്യാണത്തിന് ശേഷം പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ ഒറ്റയ്ക്കാക്കരുതെന്ന് കാവേരി പറഞ്ഞിട്ടുണ്ടാവും അഗസ്ത്യമുനിയുടെ അടുത്ത്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുളിക്കാൻ പോകുമ്പോൾ ഈ കമണ്ടലൂരിൻ്റെ അകത്ത് കാവേരിയെ ആക്കി വെച്ചതിന് ശേഷം അദ്ദേഹം കുളിക്കാൻ പോകും. ആ ദേശത്തിൽ കാവേരി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു നദിയായിട്ട് ഒഴുകുകയാണ്. അങ്ങനെയാണ് കാവേരി നദിയുടെ ഉത്ഭവം പറയുന്ന ഒരു കഥ. 2-3 കഥകളുണ്ട്. അതിലൊരു കഥ അതാണ് ഐതിഹ്യം പറയുന്നത്. കാവേരി എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഉണ്ടായ പുത്രിയായ കാരണം മുകളിൽ ഞാൻ വരച്ചപ്പോൾ അതിൽ ബ്രഹ്മാവിനെ കാണിച്ചിട്ടുണ്ട് കല്യാണ സീനിൻ്റെ മുകൾ വശത്തായിട്ട്. പിന്നെ ഇത് തലക്കാവേരി ടെമ്പിൾ, അവിടുത്തെ തലക്കാവേരി ടെമ്പിളിൽ നിന്നാണ് കാവേരിയുടെ ഉത്ഭവം, അത് കാണിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കാണിച്ചിരിക്കുന്ന മുഴുവൻ നമ്മളിപ്പോൾ കാണുന്ന കുടകിൻ്റെ പ്രത്യേക ആ ഒരു സംസ്കാരമുണ്ട്. അവരുടെ വസ്ത്രധാരണത്തിൽ പോലും അത് നമുക്ക് മനസ്സിലാവും. സ്ത്രീകൾ സാരി ധരിക്കുന്നത്, ഈ കാവേരി തിരിച്ച് അതിൽ കൂടി ഒഴുകണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ സാരി കൊടുക്കണമെന്ന് അവിടുത്തെ യുവതികളോട് പറഞ്ഞു എന്നുള്ളതാണ് കഥ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സിങ്, അതേപോലെ തന്നെ മാൻ്റെ കൊമ്പുകൾ വെച്ചിട്ടുള്ള ഒരു ഡാൻസ് ഫോം ഉണ്ട്. അതാണ് ആണുങ്ങൾ ചെയ്യുന്നതാണ് സാധാരണ അവിടുത്തെ. പിന്നെ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ഒരു ചെണ്ട പോലെ ഒരു ഡ്രം അവർ ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ കാണുന്ന മുഴുവൻ കുടകിലെ കാപ്പിത്തോട്ടങ്ങളാണ്. പിന്നെ അതുകൂടാതെ അവിടെ ഒരു വനമേഖലയുണ്ട്, നമ്മളവിടെ കാട്ടുപോത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അവിടെയും ഒരുപാട് മൃഗങ്ങളെയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് മുഴുവൻ ഒരു ക്യാൻവാസിലേക്ക് നമ്മൾ കൊണ്ടുവരണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചിട്ടുള്ള നമുക്ക് വളരെ വലിയൊരു ധാരണ വേണം. എല്ലാം ശേഖരിച്ചതിന് ശേഷം ഈ ക്യാൻവാസിൽ എവിടെയൊക്കെ അത് പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്യുമ്പോൾ ഒരു ബാലൻസിങ് വേണം. അവിടെ കുറേ ആളുകളുണ്ട്. ഇപ്പുറം ഒഴിഞ്ഞു കിടന്നു കഴിഞ്ഞാൽ ക്യാൻവാസ് ബാലൻസ് ആവില്ല. നോക്കാൻ പറ്റും. ഇപ്പുറത്തും അത്രയും തന്നെ ആളുകളെ ഞാൻ ഏകദേശം രണ്ടും ചെയ്തിട്ട് ബാലൻസ് ചെയ്തിട്ടുണ്ട്. ടെമ്പിൾ ഏതാണ്ട് സെൻറ്ററിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട പ്രകൃതി നമ്മൾ കാണിച്ചിരിക്കുന്ന ഒരു സൈഡ് മുഴുവൻ മലനിരകളും വനങ്ങളും, താഴത്ത് പുഴയും, അവിടെ ഒരു പൊയ്ക, ഇങ്ങനെ നമ്മൾ വളരെ ഭംഗിയായിട്ടൊരു കമ്പോസിങ് ചെയ്തതിന് ശേഷം എവിടെയൊക്കെ എന്തൊക്കെ വേണമെന്നുള്ള തീരുമാനത്തിലെത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ക്യാൻവാസിൽ വരച്ച് പോലും തുടങ്ങുന്നത്. അത് നമ്മൾ ആദ്യം സ്കെച്ച് പേപ്പറിൽ വരച്ച് നോക്കി, ചെറിയ പേപ്പേഴ്സിൽ വരച്ച് നോക്കി, അതിനുശേഷം ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് സ്കെച്ചസ് ഉണ്ടാക്കണം. ഇത്രയും വലിയ ക്യാൻവാസ് ആകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് നമുക്കൊരു സ്കെച്ച് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ വ്യക്തമായിട്ടുള്ള ഒരു വരയ്ക്ക് മുമ്പുള്ള ചില കാര്യങ്ങൾ ചെയ്ത് അത് വളരെ ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ കളർ ഉപയോഗിച്ചിട്ടുള്ള ഈ പെയിൻറ്റിങ് തുടങ്ങുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നതായിട്ടുള്ള രീതിയിൽ ഈ ചിത്രം കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് പലരും ഇങ്ങനെ ചോദിച്ച കാരണം എങ്ങനെയാണ് ഇത് കമ്പോസ് ഇത്രയും വലിയ ചിത്രങ്ങളാകുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ള ചോദ്യം വന്നുകൊണ്ട് മാത്രം പറഞ്ഞാണ്. ഇനിയും ഞാൻ തീർച്ചയായിട്ടും സമയമനുസരിച്ച് വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് വീണ്ടും കാണാം. ആരെങ്കിലുമൊക്കെ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. കാണുന്നവരേക്ക് നന്ദി, നമസ്കാരം, താങ്ക് യു.